ഉബുണ്ടു ഡെസ്ക്ടോപ്പിനെ കുറിച്ചുള്ള സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയൽ ഉപയോഗിച്ച് നമുക്ക് ഉബുണ്ടു ഡെസ്ക്ടോപ്പിനെ ഗ്നോം എൻവയോൺമെന്റിൽ പരിചയപ്പെടാം. ഇതിനുവേണ്ടി ഞാൻ ഉബുണ്ടു 10.10 ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങളിപ്പോൾ കാണുന്നതാണ് ഉബുണ്ടു ഡെസ്ക്ടോപ്പ്. മുകളിൽ ഇടതുവശത്തെ മൂലയിൽ നിങ്ങൾക്ക് മെയിൻ മെനു കാണാം. ഇത് ഓപ്പൺ ചെയ്യാൻ നിങ്ങൾക്ക് Alt F1 പ്രസ് ചെയ്യാം. അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസിലേക്ക് പോയി അത് ക്ലിക്ക് ചെയ്യാം. ഈ ആപ്ലിക്കേഷൻ മെനുവിൽ ഇൻസ്റ്റോൾ ചെയ്ത എല്ലാ ആപ്ലിക്കേഷൻസും ക്രമീകൃതമായിട്ടുണ്ട്. ആപ്ലിക്കേഷൻ മെനുവിൽ നിന്ന് ചില പ്രധാന ആപ്ലിക്കേഷൻസ് നമുക്ക് പരിചയപ്പെടാം. നമുക്ക് ആപ്ലിക്കേഷൻസ്, ആക്സസറീസ്, കാൽക്കുലേറ്റർ എന്നതിലേക്ക് പോകാം. കാൽക്കുലേറ്റർ ഗണിതശാസ്ത്രപരമായതും ശാസ്ത്രപരമായതും ധനപരമായതുമായ കാൽക്കുലേഷൻസ് ചെയ്യാൻ സഹായിക്കുന്നു. നമുക്കിത് ഓപ്പൺ ചെയ്യാം. കാൽക്കുലേറ്ററിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ചില ലളിതമായ കാൽക്കുലേഷൻ ചെയ്യാം. 5 × 8 എന്ന് ടൈപ്പ് ചെയ്ത് ഈക്വൽ ടു സൈൻ പ്രസ് ചെയ്യുക. ഈക്വൽ ടു പ്രസ് ചെയ്യുന്നതിന് പകരമായി എന്റർ കീ പ്രസ് ചെയ്യാം. ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്ത് ഇതിൽ നിന്ന് എക്സിറ്റ് ചെയ്യാം. നമുക്കിനി വേറൊരു ആപ്ലിക്കേഷൻ നോക്കാം. അതിനുവേണ്ടി ആപ്ലിക്കേഷൻസിലേക്ക് തിരിച്ചുപോയി ആക്സസറീസിലേക്ക് പോകാം. ആക്സസറീസിൽ പോയി ടെക്സ്റ്റ് എഡിറ്റർ ഓപ്പൺ ചെയ്ത് നോക്കാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് gedit ടെക്സ്റ്റ് എഡിറ്റർ. നമുക്കിവിടെ HELLOWORLD എന്ന് ടൈപ്പ് ചെയ്ത് സേവ് ചെയ്ത് നോക്കാം. സേവ് ചെയ്യാൻ Ctrl S പ്രസ് ചെയ്യാം. അല്ലെങ്കിൽ ഫയലിൽ പോയി സേവ് ക്ലിക്ക് ചെയ്യാം. നമുക്കിപ്പോൾ ഫയലിൽ പോയി സേവ് ചെയ്യാം. ഇപ്പോൾ ഒരു ചെറിയ ഡയലോഗ് ബോക്സ് വരും. അത് ഫയൽ നെയിമും ഫയൽ എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന ലൊക്കേഷനും ചോദിക്കും. ഇപ്പോൾ hello.txt എന്ന് ടൈപ്പ് ചെയ്ത് സേവ് ചെയ്ത് നോക്കാം. ലൊക്കേഷൻ ഡെസ്ക്ടോപ്പ് എന്ന് സെലക്ട് ചെയ്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. gedit ക്ലോസ് ചെയ്ത ശേഷം നമ്മുടെ ഫയൽ ഡെസ്ക്ടോപ്പിൽ സേവ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. ഇപ്പോൾ ഇത് ക്ലോസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് hello.txt എന്ന ഫയൽ ഡെസ്ക്ടോപ്പിൽ കാണാം. അതുകൊണ്ട് നമ്മുടെ ടെക്സ്റ്റ് ഫയൽ ശരിയായി സേവ് ആയിട്ടുണ്ട്. നമുക്കിത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കാം. ആഹാ, നമ്മുടെ ടെക്സ്റ്റ് ഫയൽ എഴുതിയ ടെക്സ്റ്റോടെ ഓപ്പൺ ആയിട്ടുണ്ട്. gedit ടെക്സ്റ്റ് എഡിറ്ററിനെ പറ്റി ധാരാളം വിവരങ്ങൾ ഇന്റർനെറ്റിൽ ഉണ്ട്. ഈ ഡെസ്ക്ടോപ്പിനെ പറ്റിയുള്ള സ്പോക്കൺ ട്യൂട്ടോറിയൽസ് http://spoken-tutorial.org ൽ ഉണ്ട്. നമുക്ക് ടെക്സ്റ്റ് എഡിറ്റർ ക്ലോസ് ചെയ്ത് ആക്സസറീസിലേക്ക് പോയി ടെർമിനൽ എന്ന ആപ്ലിക്കേഷൻ നോക്കാം. നമുക്ക് ആപ്ലിക്കേഷൻസ്, ആക്സസറീസ് പോയി ടെർമിനലിലേക്ക് പോകാം. ടെർമിനലിനെ കമാൻഡ് ലൈൻ എന്ന് വിളിക്കുന്നു. എന്തെന്നാൽ കമ്പ്യൂട്ടറിനെ ഇതുകൊണ്ട് കമാൻഡ് ചെയ്യാം. സത്യത്തിൽ ഇത് GUI യേക്കാൾ ശക്തമാണ്. നമുക്കിപ്പോൾ ചെറിയൊരു കമാൻഡ് ടൈപ്പ് ചെയ്ത് ടെർമിനൽ എങ്ങനെയെന്ന് നോക്കാം. നമുക്കിപ്പോൾ ls എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ ചെയ്ത് നോക്കാം. കറന്റ് ഡയറക്ടറിയിലുള്ള എല്ലാ ഫയൽസും ഫോൾഡേഴ്സും നിങ്ങൾക്കിപ്പോൾ ലിസ്റ്റ് ചെയ്ത് കാണാം. ഇവിടെ ഇത് ഹോം ഫോൾഡറിലുള്ള ഫയൽസും ഫോൾഡേഴ്സും ഡിസ്പ്ലേ ചെയ്യുന്നു. ഹോം ഫോൾഡർ എന്താണെന്ന് ഈ ട്യൂട്ടോറിയലിൽ നാം പിന്നീട് കാണും. നാം ഇപ്പോൾ ടെർമിനലിന് വേണ്ടി കൂടുതൽ സമയം ചിലവഴിക്കില്ല. http://spoken-tutorial.org ലുള്ള ലിനക്സ് സ്പോക്കൺ ട്യൂട്ടോറിയൽ ടെർമിനൽ കമാൻഡ്സിനെ പറ്റി നന്നായി വിവരിച്ചിട്ടുണ്ട്. ടെർമിനൽ ക്ലോസ് ചെയ്യുക. ഫയർഫോക്സ് വെബ് ബ്രൗസർ എന്ന അടുത്ത ആപ്ലിക്കേഷൻസിലേക്ക് പോകാം. നമുക്കത് ഓപ്പൺ ചെയ്യാം. അതിനുവേണ്ടി ആപ്ലിക്കേഷൻസ്, ഇന്റർനെറ്റ്, ഫയർഫോക്സ് വെബ് ബ്രൗസർ എന്നതിലേക്ക് പോയി ക്ലിക്ക് ചെയ്യുക. ഫയർഫോക്സ് വേൾഡ് വൈഡ് വെബ് കിട്ടാൻ ഉപയോഗിക്കുന്നു. ഫയർഫോക്സ് ഓപ്പൺ ആയിരിക്കുന്നുവെന്ന് നിങ്ങൾക്കിപ്പോൾ കാണാം. നമുക്കിപ്പോൾ ജിമെയിൽ സൈറ്റിൽ പോവാൻ നോക്കാം. അതിനായി അഡ്രസ് ബാറിൽ പോവുക. ഇല്ലെങ്കിൽ F6 പ്രസ് ചെയ്യുക. ഞാനിപ്പോൾ F6 പ്രസ് ചെയ്യുകയാണ്. അതെ, ഞാനിപ്പോൾ അഡ്രസ് ബാറിലാണ്. ബാക്ക്സ്പേസ് പ്രസ് ചെയ്ത് അഡ്രസ് ബാർ ക്ലിയർ ചെയ്യുക. www.gmail.com എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുകയാണ്.
ഞാൻ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫയർഫോക്സ് ചില സാധ്യതകൾ കാണിച്ചേക്കാം. നിങ്ങൾക്കിതിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ മുഴുവൻ അഡ്രസ് ടൈപ്പ് ചെയ്ത് എന്റർ പ്രസ് ചെയ്യാം. ഫയർഫോക്സിന് വെബ്സൈറ്റുമായി നേരിട്ട് കണക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ലോഗിനും പാസ്വേഡും ചോദിക്കാം. നമുക്ക് യൂസർ നെയിം പാസ്വേഡ് ടൈപ്പ് ചെയ്ത് എന്റർ ചെയ്യാം. ഇപ്പോൾ ജിമെയിൽ വെബ് പേജ് സ്ക്രീനിൽ ഓപ്പൺ ആയി കാണാം. നമുക്കിത് ക്ലോസ് ചെയ്ത് അടുത്തതിലേക്ക് പോകാം. ഇപ്പോൾ നമുക്ക് ഓഫീസ് മെനുവിലേക്ക് പോകാം, അതായത് ആപ്ലിക്കേഷൻസ് ഓഫീസ്. ഓഫീസ് മെനുവിൽ ഓപ്പൺ ഓഫീസ്, വേർഡ് പ്രോസസർ, സ്പ്രെഡ്ഷീറ്റ്, പ്രസന്റേഷൻ എന്നിവയുണ്ട്. ഈ ഡെസ്ക്ടോപ്പിനെ പറ്റി ധാരാളം വിവരങ്ങൾ ഇന്റർനെറ്റിൽ ഉണ്ട്. നമ്മുടെ വെബ്സൈറ്റിലും ഈ ഡെസ്ക്ടോപ്പിനെ പറ്റിയുള്ള സ്പോക്കൺ ട്യൂട്ടോറിയലുകൾ ഭാവിയിൽ ഉണ്ടാകും. നമുക്ക് സൗണ്ട് ആൻഡ് വീഡിയോ മെനു എക്സ്പ്ലോർ ചെയ്യാം. അതിനുവേണ്ടി ആപ്ലിക്കേഷൻസ്, സൗണ്ട് ആൻഡ് വീഡിയോ എന്നതിലേക്ക് പോവുക. ഇതിൽ പാട്ടുകളും വീഡിയോസും പ്ലേ ചെയ്യുവാൻ ഉപയോഗിക്കുന്ന മൂവി പ്ലെയർ എന്ന പ്രധാന ആപ്ലിക്കേഷൻ ഉണ്ട്. ഡീഫോൾട്ടായി ഇത് ഓപ്പൺ ഫോർമാറ്റ് വീഡിയോ ഫയൽസ് മാത്രം ഓപ്പൺ ചെയ്യുന്നു. ഇപ്പോൾ എന്റെ പെൻഡ്രൈവിൽ നിന്ന് ഞാൻ ഒരു സാമ്പിൾ ഫയൽ പ്ലേ ചെയ്ത് കാണിക്കാം. ഞാനിപ്പോൾ USB സ്ലോട്ടിൽ പെൻഡ്രൈവ് ഇൻസേർട്ട് ചെയ്യുകയാണ്. പെൻഡ്രൈവ് ഓപ്പൺ ചെയ്തിരിക്കുന്നു. അത് ഓപ്പൺ ആകുന്നില്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ നിന്നും ആക്സസ് ചെയ്യാം. താഴെ ഇടതുവശത്തെ മൂലയിലുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡെസ്ക്ടോപ്പ് മാത്രം കാണിക്കും. വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ മുമ്പേ ഓപ്പൺ ചെയ്ത ഫയൽസും ഡെസ്ക്ടോപ്പിനൊപ്പം കാണിക്കും. വിൻഡോസ് കീയും ഡിയും ഒരുമിച്ച് പ്രസ് ചെയ്ത് നമുക്ക് ഡെസ്ക്ടോപ്പിലേക്ക് പോകാം. മുമ്പുള്ള ഉബുണ്ടു വേർഷനിൽ Ctrl+Alt+D കീയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു വേർഷനിൽ നിന്നും വേറൊരു വേർഷനിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള മാറ്റങ്ങൾ കൈകാര്യം ചെയ്യാൻ യൂസർ പ്രാപ്തനായിരിക്കണം. ഇപ്പോൾ വിൻഡോസ് കീയും ഡിയും പ്രസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ പെൻഡ്രൈവ് ഡെസ്ക്ടോപ്പിൽ ഉണ്ടെന്ന് കാണാം. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഉബുണ്ടു humanity.ogv എന്ന മൂവി പ്ലേ ചെയ്യാൻ സെലക്ട് ചെയ്യുന്നു. ഇതാണ് എന്റെ ഫയൽ. ഞാൻ അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്നു. അത് മൂവി പ്ലെയറിലാണ് ഡീഫോൾട്ടായി ഓപ്പൺ ചെയ്യുന്നത്. നമുക്കത് ക്ലോസ് ചെയ്യാം. നമുക്കിനി ഡെസ്ക്ടോപ്പിലുള്ള വേറെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം. അതിനായി നമുക്ക് പ്ലേസസ് മെനുവിലേക്ക് പോകാം. ഇതിൽ ഹോം ഫോൾഡർ ഉണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഹോം ഫോൾഡറിൽ ക്ലിക്ക് ചെയ്യുക. ഓരോ ഉബുണ്ടു യൂസർക്കും പ്രത്യേകം ഹോം ഫോൾഡർ ഉണ്ട്. ഹോം ഫോൾഡർ നമ്മുടെ ഫയൽസും ഫോൾഡേഴ്സും സ്റ്റോർ ചെയ്യാവുന്ന വീടാണെന്ന് പറയാം. നമ്മുടെ അനുവാദമില്ലാതെ മറ്റാർക്കും ഫയൽസ് കാണാൻ പറ്റില്ല. ഫയൽ പെർമിഷനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ലിനക്സ് സ്പോക്കൺ ട്യൂട്ടോറിയലിൽ http://spoken-tutorial.org ലഭ്യമാണ്. നമ്മുടെ ഹോം ഫോൾഡറിൽ ഡെസ്ക്ടോപ്പ്, ഡോക്യുമെന്റ്സ്, ഡൗൺലോഡ്സ്, വീഡിയോസ് മുതലായ മറ്റു ഫോൾഡേഴ്സും കാണാം. ലിനക്സിൽ ഓരോന്നും ഓരോ ഫയലാണ്. ഡബിൾ ക്ലിക്ക് ചെയ്ത് ഡെസ്ക്ടോപ്പ് ഫോൾഡർ ഓപ്പൺ ചെയ്യാം. ടെക്സ്റ്റ് എഡിറ്ററിൽ സേവ് ചെയ്ത hello.txt എന്ന ഫയൽ നമുക്കിവിടെ കാണാം. അതിനാൽ ഈ ഫോൾഡറും ഡെസ്ക്ടോപ്പും ഒന്നാണ്. ഇപ്പോൾ ഈ ഫോൾഡർ ക്ലോസ് ചെയ്യാം. ഡെസ്ക്ടോപ്പിന്റെ ഒരേ തീം കണ്ട് ബോറടിക്കുന്നില്ലേ? നമുക്കത് മാറ്റാം. അതിനായി സിസ്റ്റം, പ്രിഫറൻസസ്, അപ്പിയറൻസിൽ പോയി ക്ലിക്ക് ചെയ്യുക. തീംസ് ടാബിന്റെ താഴെയുള്ള പ്രീ ഇൻസ്റ്റാൾഡ് തീംസിൽ നിന്ന് ക്ലിയർ ലുക്ക് സെലക്ട് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത ഉടനെ നിങ്ങൾക്ക് സ്ക്രീനിൽ വ്യത്യാസം കാണാം. താഴെ ഇടതുവശത്തെ മൂലയിലുള്ള ഡെസ്ക്ടോപ്പ് ഐക്കൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കത് വ്യക്തമായി കാണാം. ഈ ഐക്കണിൽ വീണ്ടും ക്ലിക്ക് ചെയ്ത് ഫോൾഡറിലേക്ക് തിരിച്ചു പോവാം. ഇതിൽ ഇഷ്ടമുള്ള തീം സെലക്ട് ചെയ്ത് കളിച്ചോളൂ. ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്താൽ എക്സിറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ട്യൂട്ടോറിയലിന്റെ അവസാനമായി. ഈ ട്യൂട്ടോറിയലിലൂടെ നമ്മൾ ഉബുണ്ടു ഡെസ്ക്ടോപ്പ്, മെയിൻ മെനു, ഉബുണ്ടു സ്ക്രീനിൽ കാണാവുന്ന മറ്റ് ഐക്കൺസ് മുതലായവയെ പറ്റി പഠിച്ചു. സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്ട് ടോക്ക് ടു എ ടീച്ചർ പ്രോജക്റ്റിന്റെ ഒരു ഭാഗമാണ്. ഇത് ICT-യിലൂടെ നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷനാൽ പിന്തുണ ചെയ്യപ്പെട്ടിരിക്കുന്നു.
ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ http://spoken-tutorial.org എന്ന ലിങ്കിൽ ഉണ്ട്. ഈ സ്ക്രിപ്റ്റ് നൽകിയിരിക്കുന്നത് ക്രിസ്റ്റോ ആണ്. ഇതിൽ നിന്നും സൈൻ ഓഫ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.